ഗലീലയായിരുന്ന്. ലൂക്കാ 13:29 കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. According to Luke chapter 13:29, at that time people will come from everywhere in the world, from the east and from the west, from the north and from the south. They will all come to take their place in the kingdom of God. There they will sit down together to eat a great meal. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും, ഈ വലിയ നോയമ്പിൻ്റെ ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പെസഹായുടെ ഒരുക്കവും അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ അനുതാപ ശുശ്രൂഷകളും ശാന്തമായുള്ള ജീവിതവും എല്ലാം ഇന്ന് തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നല്ല ഒരു വിരുന്നൊരുക്കുവാൻ, പെസഹായിലേക്ക് ഒരുങ്ങുവാൻ, തമ്പുരാൻ്റെ വിരുന്നിൽ പങ്കുചേരുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന ആൾക്കാരോട് തമ്പുരാൻ പറയുകയാണ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും ഈ ഒരു വിരുന്നിന് പങ്കെടുക്കുവാനായിട്ട് വരും. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെന്ന് സ്വയം പരിപോഷിക്കുന്നവർക്ക്, ആ വിശ്വാസം നമ്മൾ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നവർക്ക് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ആ ഒരു വിരുന്നിൽ ആ കർത്താവ് പറഞ്ഞ രീതിയിൽ പങ്കെടുക്കുവാൻ സാധിച്ച് എന്ന് വരില്ല. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. അതിലൂടെ പ്രവേശിക്കുന്നവർക്ക് അത് അനേകം പേർ പ്രവേശിക്കും. പക്ഷേ ആ പ്രവേശിക്കുവാനായിട്ട് ചിലർക്കൊന്നും സാധ്യമാകുന്നില്ല. നമുക്കെല്ലാം നമ്മളെല്ലാം ഒരു വലിയ നോയമ്പിൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ നോയമ്പ് ഒരു വലിയ ചെറിയ ഒരു ഇടുങ്ങിയ വാതിലായിട്ട് നമ്മളതിനെ കണ്ട് നമ്മളൊന്ന് ചുരുങ്ങി ആ ഒരു ഈ 10-40-50 ദിവസങ്ങളിൽ ഒന്ന് ചുരുങ്ങുവാനും ദൈവരാജ്യത്തെ പ്രതി, ദൈവത്തെ പ്രതി, നമ്മളെ പ്രതി, നമ്മുടെ ജീവിതചര്യകളൊക്കെ ഒന്ന് ഒരുക്കി ക്രമീകരിച്ച് ഒരു നോയമ്പും ഉപവാസവും അനുതാപവും പശ്ചാത്താപവും ഒക്കെ ആയിട്ട് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു തരികയാണ്, നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇങ്ങനെ ഇടുങ്ങിയ വാതിലിലൂടെ ഇങ്ങനെ അനുദപിച്ച് ഒരുങ്ങി വന്ന എല്ലാവരെയും തമ്പുരാൻ്റെ പെസഹായിലേക്ക്, വിരുന്നിലേക്ക് ഇന്ന് ഒരുക്കുവാനായിട്ട് തമ്പുരാൻ നമ്മളെ വിളിക്കുമെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അനുതാപവും പശ്ചാത്താപവും ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ ഒരുങ്ങാതെ, നമ്മളൊരു ഇടുങ്ങിയ ഒരു ജീവിത രീതിയിലേക്ക്, ഒന്ന് ചുരുങ്ങിയ ജീവിത രീതിയിൽ കൂടി ഒന്നും പോകാതെ നമ്മൾ വലിയ നോയമ്പിലേക്ക്, വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിൻ്റെതായ എല്ലാ മേഖലയിലും നമ്മൾ പെട്ട് നമ്മളതിനെപ്പറ്റി അനവധിയായ അഭിപ്രായങ്ങൾ പറഞ്ഞ് തമ്പുരാൻ്റെ ഈ വലിയ നോയമ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈശോയുടെ കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ അനുസ്മരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മളെപ്പറ്റി ചിന്തിച്ച്, നമ്മളാലോചിച്ച്, നമ്മളനുസരിച്ച് പശ്ചാത്തലിച്ച് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണ് എന്നൊന്നും ചിന്തിക്കാതെ നമ്മളെല്ലാ മേഖലയിലും വ്യാപൃതമായ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞും നമ്മൾ ആവശ്യമുള്ള എല്ലാ മേഖലയും എല്ലാം ചെയ്ത് നമ്മളൊന്ന് ദൈവത്തിൻ്റെതായ ഒരു എളിമപ്പെട്ട് ജീവിക്കുവാതെ, ദൈവത്തിന് മുന്നിൽ എളിമപ്പെട്ട് ജീവിക്കുവാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു തരികയാണ്, മകനെ മകളെ, ഒരുപക്ഷെ നീ ആരാണെന്നോ നീ എന്താണെന്നോ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോന്നോ ഞാനൊരു പക്ഷേ അറിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ നീ സ്വല്പം ഇടുങ്ങിയ ജീവിത രീതിയിലൂടെ ചുരുങ്ങിയ ജീവിത രീതിയിലൂടെ തമ്പുരാനെ പ്രകീർത്തിക്കുവാനും തമ്പുരാൻ്റെ പാതയിൽ നടക്കുവാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കർത്താവിന് നമ്മൾ പറയുകയാണ്, അബ്രാഹവും ഇസ്ഹാക്കും യാക്കോവും ഒക്കെ ഇരുന്ന ആ ഇരിക്കുന്ന ദേശത്തിലേക്ക് നിന്നെയും എന്നെയും ഒരുക്കുന്ന ഒരു നസറേയനായ ഈശോയെ പറ്റി ഇന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈ പെസഹായിലേക്കൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ കൂടി ഉള്ളൂ. ആ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ വീണ്ടും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് ഓർത്ത് ചുരുങ്ങുവാൻ, അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ പെസഹായ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശോ പറയുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരിഞ്ഞിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക്, പല മക്കൾക്കും ഇത് സാധിക്കാതെ വരുന്ന ഒരു സമയമുണ്ടാകുന്നു. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈ പെസഹ മനോഹരമാക്കുവാൻ, സമ്പൽ സമൃദ്ധമാക്കുവാൻ, ഒന്നുകൂടി ഒന്ന് ചുരുങ്ങുവാനും ഒന്ന് ശാന്തമാകുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ ബഹളങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ശാന്തമായി
അനുതാപത്തോടും പശ്ചാത്താപത്തോടും നമുക്ക് ഒരുങ്ങാം. ദൈവം സമർത്ഥമായി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിൽ